അന്ന് കൊട്ടാരത്തിൽ എല്ലാവരുടെയും മുഖത്തും സന്തോഷം ഉണ്ടായിരുന്നില്ല, പകരം മൗനവും സങ്കടവും മാത്രമായിരുന്നു. തങ്ങളുടെ മക്കൾ ഇനി മുതൽ ഗുരുകുല വിദ്യാഭ്യാസ പരിശീലനത്തിനായി യാത്രയാകുന്ന ദിനമായിരുന്നു അത്. മഹർഷി വസിഷ്ഠനായിരുന്നു അവരുടെ ഗുരു. തങ്ങളുടെ പ്രാണൻ പോകുന്ന വേദനയിൽ ആയിരുന്നു 3 അമ്മമാരും അവരെ ഗുരുവിന്റെ കൂടെ യാത്രയാക്കിയത്. ഈ സമയം കാട്ടിൽ വികൃതിയായ ഹനുമാൻ കാട്ടിൽ തന്റെ സുഹൃത്തുമായി പോകുകയായിരുന്നു. പെട്ടെന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു മുനി തപസ് ചെയ്യുന്നത് കണ്ടു. ധ്യാനത്തിൽ ഇരുന്ന മുനിയെ കണ്ടപ്പോൾ ഹനുമാന് ഒരു രസം തോന്നി. ഹനുമാൻ ആ മുനിയെ ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. മുനി പെട്ടെന്ന് കോപിഷ്ഠനായി, നിന്നെ ഞാൻ ശപിക്കുകയാണ്. നീ അതീവ ബലവനാണെങ്കിലും മറ്റുള്ളവർ ആരെങ്കിലും നിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുതരാതെ അവശ്യസമയത്ത് നീ നിന്റെ ശക്തി തിരിച്ചറിയാതെ പോകട്ടെ. അവൻ മുനിയോട് ക്ഷമ ചോദിച്ചു. പിന്നീട് മുനിമാരുടെ അടുത്തുനിന്നു പാഠങ്ങൾ എല്ലാം പഠിക്കുവാൻ തുടങ്ങി. 4 രാജകുമാരന്മാരും ഗുരുകുലത്തിൽ എത്തി വേദങ്ങൾ മുറപോലെ പഠിച്ചു തുടങ്ങി. അസ്ത്രവിദ്യയിലും പരിശീലനം നേടി 4 ആളും വീരന്മാരായി തീർന്നു. അങ്ങനെ അവർ ഗുരുകുലവാസം പൂർത്തിയാക്കി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അത് അയോധ്യയ്ക്ക് ഒരു ഉത്സവമായിരുന്നു. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി അയോധ്യ രാജധാനിയിലേക്ക് എഴുന്നള്ളി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ശ്രേഷ്ഠനായ മഹാരാജാവെ, രഘുവംശത്തിൽ ജനിച്ച താങ്കൾ തന്ന വാക്ക് മാറുകയില്ല എന്നുള്ള കൊണ്ടാണ് നാം താങ്കളുടെ അടുക്കൽ വന്നത്. തീർച്ചയായും അവിടുന്ന് കൽപ്പിച്ചാലും ലോകസമാധാനത്തിനായി നാം നടത്തിവരുന്ന ഓരോ യാഗത്തെയും സുബാഹു, മാരീചൻ എന്നീ 2 സുരന്മാരാൽ തടസ്സപ്പെടുന്നു. അതിനാൽ യാഗരക്ഷയ്ക്കായി അവരെ നശിപ്പിക്കുവാൻ താങ്കളുടെ മകനായ രാമനെ എന്റെ കൂടെ അയക്കണം. മഹർഷി, അവൻ ചെറുപ്പം അല്ലേ? അവനെക്കൊണ്ട് എങ്ങനെ ശക്തരായ രാക്ഷസരെ ഇല്ലാതെയാകുവാൻ കഴിയും? അവൻ വേണ്ടത്ര യുദ്ധപരിശീലനം ഇല്ലാത്തവനാണ്. വേണമെങ്കിൽ എന്റെ പടയെ മുഴുവൻ എടുത്തോളൂ, ഞാനും അങ്ങയുടെ കൂടെ വരാം. എന്റെ മകൻ രാമനെ വിട്ടേക്കൂ. മതിയാക്കൂ. രഘുവംശത്തിൽ പിറന്നവർ വാക്ക് തെറ്റിക്കില്ല എന്നുകരുതിയാണ് ഇവിടെ വന്നത്. ക്ഷമിക്കുക വിശ്വാമിത്രരെ. മന്നൻ ദശരഥന്റെ വാക്ക് ഒരിക്കലും മാറുകയില്ല. അല്പം ക്ഷമിച്ചാലും ദശരഥരാജൻ രാമനെക്കുറിച്ച് അവിടുത്തേക്ക് അറിയില്ല. എന്നാൽ ഞങ്ങൾക്ക് രാമൻ ആരാണെന്ന് അറിയാം. രാമൻ സമർത്ഥനായ വീരനാണ്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ രാമൻ കഴിയും. കൂടാതെ വിശ്വാമിത്രൻ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കൂടെ രാമനെ അങ്ങേക്ക് ധൈര്യമായി അയക്കാം. ശരി മഹർഷി, നാം രാമനെ അയക്കാം. പക്ഷേ കൂടെ ലക്ഷ്മണനെയും കൊണ്ടുപോകണം. രാമൻ സഹോദരനായ ലക്ഷ്മണനെ പിരിഞ്ഞ് ഒരിക്കലും ഇരിക്കില്ല. അങ്ങനെ രാമലക്ഷ്മണന്മാരെ മഹർഷിക്കൊപ്പമയച്ചു. അങ്ങനെ അവർ കാട്ടിലൂടെ സഞ്ചരിച്ച് താടകാവനത്തിലെത്തി. വിജനവും ഭീകരവുമായ ആ അന്തരീക്ഷം കണ്ടപ്പോൾ രാമൻ കാരണമന്വേഷിച്ചു. താടകയെന്ന രാക്ഷസിയുടെ വിഹാരകേന്ദ്രമാണ് അത് എന്ന് മഹർഷി പറഞ്ഞു. ഈ സമയം താടക അവരെ ആക്രമിക്കുവാനായി മുന്നിൽ എത്തി. താടക അലറിക്കൊണ്ട് അവരെ വധിക്കുവാനായി പാഞ്ഞെടുത്തുവെങ്കിലും ശ്രീരാമൻ തന്റെ കൂർത്ത ശരങ്ങൾ താടകക്ക് നേരെ എയ്ത് താടകയെ വധിച്ചു. മരിച്ചു വീണ താടകയുടെ ശരീരത്തിൽ നിന്നും ഒരു മനോഹരിയായ യക്ഷി ഉയർന്നു വരികയും അവൾക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തു ശ്രീരാമൻ. അങ്ങനെ അവർ ആശ്രമത്തിൽ എത്തി. ആശ്രമത്തിൽ വെച്ച് മഹർഷി ശ്രീരാമന് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു നൽകി. അടുത്ത ദിവസം യാഗം തുടങ്ങി. പതിവുപോലെ യാഗം മുടക്കുവാൻ സുബാഹുവും മാരീചനും സംഘവും എത്തി. യാഗം മുടക്കുവാൻ ശ്രമിച്ചു. ഈ നേരം രാമശരമേറ്റ് സുബാഹു മരിക്കുകയും രാമബാണത്തെ ഭയന്നു. മാരീചൻ രാമനെ തന്നെ അഭയം പ്രാപിക്കുകയും ചെയ്തു. യാഗം വിജയകരമായി സമാപിച്ചു. അന്ന് അവിടെ അവർ തങ്ങി. ഈ സമയം കാട്ടിൽ ഹനുമാൻ തന്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് വേദങ്ങൾ പഠിക്കണം എന്നുണ്ട്. അതിനാൽ അവിടുന്ന് എന്റെ ഗുരു ആകണം. മകനെ, നിന്നെ പഠിപ്പിക്കുവാനുള്ള അറിവ് എനിക്ക് ഇല്ല. നിനക്കു അത്ര നിർബന്ധം അന്നെങ്കിൽ സൂര്യഭഗവാനെ സമീപിക്കൂ. ഉടനെ ഹനുമാൻ സൂര്യഭഗവാനെ കാണുവാനായി യാത്ര തിരിച്ചു. ഹനുമാനെ കണ്ട സൂര്യൻ ഒന്ന് പേടിച്ചു. ഹനുമാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. കുട്ടി ആയിരുന്നപ്പോൾ എന്റെ അറിവ് ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ ഇപ്പോൾ വളർന്നിരിക്കുന്നു. എന്നെ വിദ്യ അഭ്യസിപ്പിക്കണം. അവിടുന്ന് എന്റെ ഗുരുവായി എനിക്ക് വേദങ്ങൾ പറഞ്ഞു തന്നാലും ഞാൻ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതിനാൽ ഒരു ഇടത്ത് ഇരുന്ന് നിന്നെ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ സഞ്ചരിച്ച് പഠനം നടത്താം. ശരി, ഞാൻ നിന്നെ പഠിപ്പിക്കാം. പക്ഷെ കുറച്ച് നിബന്ധന ഉണ്ട്. പറയുന്നത് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഭാഗവും ഞാൻ ആവർത്തിച്ച് പറയില്ല. എന്നെ പിന്തുടരുകയും അതോടൊപ്പം പഠിക്കുകയും ചെയ്യണം. തുടർന്ന് ഹനുമാൻ സൂര്യനെ പിന്തുടർന്ന് പഠനം നടത്തി തുടങ്ങി. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഹനുമാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ നിന്റെ പഠനത്തിൽ സന്തോഷവാനാണ്. നീ എനിക്ക് ഗുരുദക്ഷിണ നൽകണം. നീ എന്റെ പുത്രനും വാനര രാജാവുമായ സുഗ്രീവന്റെ മന്ത്രി ആകണം.
എല്ലായ്പ്പോഴും അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ സംരക്ഷകനും ഉപദേഷ്ടവുമായി പ്രവർത്തിക്കുകയും വേണം. എൻ്റെ അനുഗ്രഹം സദാ നിനക്ക് ഉണ്ടായിരിക്കും. അങ്ങയുടെ ശക്തനായ പുത്രന്റെ വലം കൈയായി പ്രവർത്തിക്കുക എന്നത് എനിക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. ഇന്നു മുതൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷകനും സഹായിയുമായി എല്ലാ കാലവും ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.